ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ചുകൂടി നമുക്ക് നോക്കാം. Example 5. A manufacturer knows that 5% of his product is defective. He guarantees that not more than 10 out of 100 items in the box will be defective. What is the probability that the box will fail to meet the guaranteed quality? അപ്പോൾ manufacturer knows that his 5% products are defective and he guarantees that not more than 10 out of 100 items in the box will be defective. അപ്പോൾ 10 താഴെ ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടാവുള്ളൂ. ഒരു ബോക്സിൽ 100 ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ 10 താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ആ മാനുഫാക്ചറർ ക്ലെയിം ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് the box will fail to meet the guaranteed quality. അപ്പോൾ fail to meet the guaranteed quality പറഞ്ഞാൽ 10ലും കൂടുതൽ ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ്. അതാണ് fail to meet the guaranteed quality. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിഫക്റ്റീവ് ഐറ്റത്തിൻ്റെ പ്രോബിലിറ്റി എത്രയാണ് നിൽക്കുന്നത്? 5% മീൻസ് ദാറ്റ് ഈസ് 5/100, ദാറ്റ് ഈസ് 0.05. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഐറ്റമാണ് 0.05. നമുക്ക് ഇവിടെ ഡിഫക്റ്റീവ് ഐറ്റത്തിൻ്റെ കേസല്ലേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് സക്സസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ലെറ്റ് പി ഈസ് ഈക്വൽ ടു 0.05 with the probability of defective product and Q is equal to probability of a good product, that is 0.95 and N equal to 100. അതായത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് 0.05. അങ്ങനെ 100 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്താ? NCx P⁻x Q⁻n−6. നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് എന്ന് ഡിഫൈൻ ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം ഇൻ 100 ഐറ്റംസ് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ 100 ട്രയൽ. അപ്പോൾ the binomial parameters are p equal to 0.05 and n equal to 100. We have to find a box will fail to meet the guaranteed quality. That is probability of a box will contain more than 10 defective item. That is x greater than 10. x എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം എന്നല്ല എടുത്തത്. x greater than 10. അപ്പോൾ probability x equal to x is 100 cx 0.5 0.95 100-6. അപ്പോൾ ഗ്രേറ്റർ ദാൻ 10 x probability of x greater than 10 is equal to 1 minus p of x less than or equal to 10. Therefore 1 minus x equal to 0 to 10 100 cx 0.5 0.95 100-6. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി, കാരണം നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടോയെന്നാണ് അറിയേണ്ടത്. നെക്സ്റ്റ് അതേപോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ്. It has been observed from a past experience that the probability of an electrical component being defective is 5%. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ് ഡിഫക്റ്റീവ് ആണുള്ള പ്രോബിലിറ്റി 5% ആണ്. If a sample of 25 items is taken, what is the probability of exactly one being defective? ഇപ്പോൾ 25 ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം ഡിഫക്റ്റീവ് ആണുള്ള പ്രോബിലിറ്റി എന്ത്? More than one being defective. And next, if 100 samples of size 25 are taken, in how many samples can we expect to have no defective components? അപ്പോൾ ഒരു സാമ്പിളിൻ്റെ സൈസ് 25, അങ്ങനത്തെ 100 സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ in how many samples can we expect to have no ഡിഫക്റ്റീവ് കമ്പോണൻസ്, ഒരു ഡിഫക്റ്റീവ് ആയിട്ടും ഉണ്ടാകാതിരിക്കാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 5%, ദാറ്റ് ഈസ് 5/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05. അപ്പോൾ നമുക്കിവിടെയും ഡിഫക്റ്റീവ് ഐറ്റമാണ് സക്സസ് നടക്കുക. അപ്പോൾ p ഈക്വൽ ടു 0.05. അപ്പോൾ q is equal to 1 minus 0.05, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95. ഇനി എന്താ ഒരു സാമ്പിളിൽ ദാറ്റ് ഈസ് റിപ്പീറ്റഡ് 25 ടൈംസ്. ഓരോ പ്രാവശ്യം സാമ്പിൾ എടുക്കുമ്പോൾ 25 സാമ്പിൾ സൈസാണ്. അപ്പോൾ 25 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുന്നു.
Therefore, in binomial theorem, probability low, we can write n is equal to 25, p equal to 0.05 and q is equal to 0.95. So, x equal to നേരത്തെ പറഞ്ഞ പോലെ x equal to number of defective item. അപ്പോൾ we have to find probability of exactly one being defective. Exactly one being defective. That is p of x equal to 1. P of x equal to 1. അപ്പോൾ ഇവിടെ നമുക്ക് ബൈനോമിയൽ പാരാമീറ്റേഴ്സ് എക്സ്പ്രസ് ചെയ്തല്ലോ. എന്തൊക്കെയാണ് n equal to 25, p equal to 0.05 and q is equal to 0.95. അപ്പോൾ probability of x equal to 1 is nc1 p raised to x q raised to n minus 6. Substituting the value of n and p, q, we get 25c1 0.05 raised to 1, 0.95 raised to 24. 25c1 is 25. Then calculate the probability, you get the answer. അപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസ് ഉള്ളത് അങ്ങനെ എക്സ്പ്രഷൻ എഴുതി വെച്ചാലും മതി. ഇനി രണ്ടാമത്തെ എന്താ കണ്ടത്? മോർ ദാൻ 1 ബീയിങ് ഡിഫക്റ്റീവ്, ദാറ്റ് ഇസ് p of x greater than 1. That is same as 1 minus p of x less than or equal to 1. x greater than 1 എന്ന് പറയുമ്പോൾ കുറേ എണ്ണം ചെയ്യണ്ടേ, 1 2 3 etc. up to 25 ചെയ്യണ്ടേ. അപ്പോൾ അതിനേക്കാൾ എളുപ്പം 1 minus p of x less than or equal to 1. That is 1 minus p of x equal to 0 plus p of x equal to 1. So substitute p of x equal to 0, that is nc 0, 0.05 raised to 0, 0.95 raised to 0, for n is equal to 25. And p of x equal to 1 is already written there. Therefore, we get 1 minus 2 into 2.1375 into 0.95 raised to 24. Similarly, next question, if 100 samples of 25 are taken, in how many samples can we expect to have no defective components? അപ്പോൾ സാമ്പിൾ ഓഫ് 25 എന്നുള്ളത് 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എത്ര എണ്ണത്തിൽ നമുക്ക് നോ ഡിഫക്റ്റീവ് ഐറ്റം കിട്ടുന്നു? അതായത് ഒരു കേസിൽ ഒരു സാമ്പിളിൽ നോ ഡിഫക്റ്റീവ് ഐറ്റം എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഒരു സാമ്പിളിൽ നോ ഡിഫക്റ്റീവ് ഐറ്റം കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ഒരു സാമ്പിളിൽ നോ ഡിഫക്റ്റീവ് ഐറ്റം കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ഇൻറ്റു 100 ചെയ്താൽ പോരെ? അപ്പോൾ ദാറ്റ് ഇസ് 100 into 25C0 into 0.05 raised to 0, 0.95 raised to 25. So 100 into 0.95 raised to 25. P of x equal to 0 ആണ്. അപ്പോൾ n minus x equal to nhf. That is 28. അപ്പോൾ we can expect അപ്പോൾ ഇൻറ്റു 100 കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ 100 into 0.95 raised to 25, that is equal to 28. That means we can expect in 28 samples there will be no defective item. The expected number of samples in which there will be no defective item is given by n into bx and p, that is equal to 100 into nc(x) p raised to x q raised to n minus x, that is calculated as 28. ഇതേപോലെ എക്സാമ്പിൾ 7 തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി ചെയ്ത് നോക്കൂ. അപ്പോൾ ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ നോക്കാവുള്ളൂ.